ഹലോ എവരിവൺ. കഴിഞ്ഞ വീഡിയോയിൽ ട്രിഗ്നോമെട്രിക് റേഷ്യോസിനെ പറ്റിയും ട്രിഗ്നോമെട്രിയെ പറ്റിയും ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് തരാൻ സാധിച്ചു. ഇന്ന് എങ്ങനെയാണ് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് കണ്ടുപിടിക്കുന്നത് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോ. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് ട്രിഗ്നോമെട്രി ആപ്ലിക്കബിൾ ആവുന്നത് എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പോൾ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് കണ്ടുപിടിക്കുന്നതിനായി ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ സൈഡ്സിന് ചില പേരുകൾ നമുക്ക് നൽകാനായിട്ടുണ്ട്. ABC എന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെന്ന് വിചാരിക്കുക. അതിൽ ആംഗിൾ ബിയിലാണ് 90 ഡിഗ്രി എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ആംഗിൾ ബിയുടെ നേരെ ഓപ്പോസിറ്റ് വരയ്ക്കുന്ന AC എന്ന് പറയുന്ന സൈഡാണ് അതിന്റെ ഹൈപ്പോട്ടനീസ് എന്ന് പറയുന്നത്. ഇതാണ് റൈറ്റ് ആംഗിൾ ട്രയാംഗിളിലെ ഏറ്റവും നീളം കൂടിയ സൈഡ്. ബാക്കി നമുക്ക് ആംഗിൾസിന്റെ അനുബന്ധമായിട്ടാണ് സൈഡ്സിന് പേര് നൽകുക. ഫോർ എക്സാമ്പിൾ, ആംഗിൾ എയുടെ അഡ്ജസന്റ് ആയിട്ടുള്ള സൈഡിന് പറയുന്ന പേരാണ് AB. അല്ലെങ്കിൽ നോക്കൂ, ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിന്റെ പറയുന്ന പേരാണ് BC. അപ്പോൾ ആംഗിൾ എയുടെ ഭാഗമായിട്ടാണ് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് കണ്ടുപിടിക്കേണ്ടത് വിചാരിക്കൂ. സൈൻ A എങ്ങനെ കണ്ടുപിടിക്കാം? O എന്ന് പറഞ്ഞാൽ മതി. എളുപ്പം എത്തണം കേട്ടോ. എന്താണ് OH എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അതാണ് അതിന്റെ ഫോർമുല. ഇനി എങ്ങനെയാണ് കോസ് ആംഗിൾ കണ്ടുപിടിക്കുക? കോസ് ഓഫ് A. അപ്പൊ കോസ് ഓഫ് ആംഗിൾ A കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതിന് നമ്മൾ ആ എന്ന് പറഞ്ഞാൽ മതി. എന്താണ് ആ? AH, ദാറ്റ് ഇസ് അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അല്ലേ? എളുപ്പമല്ലേ ഇത്? ഇനി ടാൻ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈ ടാൻ എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ് ആണ്. അപ്പോൾ സൈനിന്റെ റേഷ്യോയും കോസിന്റെ റേഷ്യോയും ഒന്ന് ഡിവൈഡ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് OA എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് സൈഡ്. കൊസീക് എങ്ങനെ കണ്ടുപിടിക്കും? കൊസീക് എന്ന് പറഞ്ഞാൽ സൈനിന്റെ റെസിപ്രോക്കൽ ആണ്. അപ്പൊ നമ്മൾ O എന്ന് പറഞ്ഞാൽ ഹോ എന്ന് പറഞ്ഞാൽ മതിയാകും. ദാറ്റ് ഈസ് ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ്. ഇനി എങ്ങനെയാണ് സീക്ക്? സീക്ക് കോസിന്റെ റെസിപ്രോക്കൽ ആണ്. ദാറ്റ് മീൻസ് 1/cos നമ്മൾ എഴുതും. അപ്പോൾ ആ എന്ന് പറഞ്ഞെങ്കിൽ ഹ എന്ന് പറഞ്ഞാൽ മതിയാകും. ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസന്റ്. ഇനി കോടാൻജന്റ് അല്ലെങ്കിൽ കോട്ട് എങ്ങനെ കണ്ടുപിടിക്കും? കോട്ടിന്റെ ഫോർമുല എന്ന് പറയുന്നത് ടാനിന്റെ റെസിപ്രോക്കൽ ആണ്. ടാൻ തിരിച്ചിട്ടാൽ മതിയാകും. അപ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആയിരുന്നു ടാൻ. കോട്ട് എന്ന് പറയുന്നത് അഡ്ജസന്റ് ബൈ ഓപ്പോസിറ്റ്, ദാറ്റ് ഈസ് AO എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ സൈൻ O ആണ്, കോസ് ആ ആണ്, കൊസീക് ഹോ ആണ്, സീക് ഹ ആണ്. ഇങ്ങനെ കുറെ O ആ ഹോ ഹ ഒക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് പഠിക്കാൻ പറ്റും. ഇപ്പൊ പഠിച്ചില്ലേ? അപ്പൊ ജസ്റ്റ് ഒരു ട്രയാംഗിൾ വരച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ ട്രിഗ്നോമെട്രിക് റേഷ്യോ. ഇതുപോലെ കൂടുതൽ മാത്സ് ഫണ്ണി ആക്കുന്നതിനും ഇൻഫോർമേറ്റീവ് ആക്കുന്നതിനുള്ള വീഡിയോസ് ഇനിയും വേണമെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവർക്ക് എല്ലാം ഷെയർ ചെയ്യണം. താങ്ക് യു സോ മച്ച്.